പെരുമ്പാവൂരിൽ എൻ ഡി എയുടെ സീറ്റ് 2020-ക്കായിരുന്നു. 2020 ഇന്നലെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നടിയും അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ലക്ഷ്മി പ്രിയയായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇന്ന് വൈകുന്നേരം റോഡ് ഷോയും തീരുമാനിച്ചിരുന്നു. ഈ സമയത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരം ഇപ്പോൾ അറിയുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ലക്ഷ്മി പ്രിയയുടെ പേരില്ല എന്നുള്ളത്. അത് എന്താണ് സാങ്കേതികമായി സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഇപ്പോഴും പരിശോധിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്മി പ്രിയ വോട്ട് ചെയ്തിരുന്നു. പിന്നീട് SIR ഫോമൊക്കെ പൂരിപ്പിച്ച് നൽകണമായിരുന്നു. അപ്പോൾ അത് നൽകാത്തതാണോ? എന്തായാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ലക്ഷ്മി പ്രിയയുടെ പേരില്ല. അങ്ങനെ ആവുമ്പോൾ മത്സരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മാസം 23 വരെ, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. അതിന് എത്രത്തോളം സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോ മറ്റൊരാളെ പരിഗണിക്കണമോ പെരുമ്പാവൂരിലേക്ക് എന്നുള്ളതുമാണ് ഇപ്പോൾ 2020-യിൽ ഏറ്റവും തിരക്കിട്ട ചർച്ചകളുള്ളത്. യാക്കോബായ സഭയ്ക്ക് കൂടി അവർക്ക് കൂടി പ്രിയപ്പെട്ടായിട്ടുള്ള അവർക്ക് കൂടി വേണ്ടപ്പെട്ട ഒരു വൈദികരെ അവിടെ സ്ഥാനാർത്ഥിയാക്കണോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി പ്രിയയുടെ ഇന്നത്തെ ഈ റോഡ് ഷോ മാറ്റിവെച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിരുന്നു ഇന്ന് 2020-യുടെ NDAയുടെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷേ അതും മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ഒരു ഓഫീസ് ഇന്ന് കേന്ദ്രമന്ത്രി ഭൂപതി രാജു ശ്രീനിവാസ വർമ്മയായിരുന്നു ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയില്ല. അവിടുത്തെ ആളുകളോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു അത്യാവശ്യ വ്യക്തിപരമായിട്ടുള്ള കാര്യമുള്ളതുകൊണ്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, അതിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചർച്ചകൾ ഇപ്പോൾ 2020-യിൽ തിരക്കിട്ട് തന്നെ നടക്കുകയാണ്. ഇന്നലെ 4 സ്ഥലത്തായിരുന്നു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതിസന്ധി 2020-യെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്.